പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന 5.5 വയസ്സുകാരി മരണത്തിന് കീഴടങ്ങി. സംസ്ഥാനത്ത് വീണ്ടും ഒരു പേവിഷബാധ മരണം. അവസാനമായി പ്രിയപ്പെട്ടവർക്ക് ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെ, ഒരു പൊന്നുമ്മ പോലും നൽകി യാത്രയയക്കാൻ കഴിയാതെ, അന്തിമോപചാരത്തിന് പോലും അവസരമില്ലാതെ 26 ദിവസത്തെ സഹന ജീവിതത്തിന് ശേഷം അവൾ മടങ്ങുകയായിരുന്നു. ഇനി ഒരിക്കലും തിരിച്ചുവരവില്ലാത്ത മടക്കം. 2025 6 മാസം പിന്നിടുമ്പോൾ ഈ ചുരുങ്ങിയ നാളിൽ പേവിഷബാധയേറ്റ് മരിച്ച 24 പേരിലെ ഒരു ഇരയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 7 വയസ്സുകാരിയായ നിയ ഫൈസൽ. വീട്ടുമുറ്റത്ത് വെച്ചാണ് 7 വയസ്സുകാരി നിയ ഫൈസലിനെ പട്ടി കടിച്ചത്. കൈക്കായിരുന്നു ഗുരുതരമായ പരിക്ക്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് വാക്സിൻ എടുത്തതിന് ശേഷം പിന്നീട് കുട്ടികളുടെ ആശുപത്രിയായ SATയിലേക്ക് മാറ്റുകയും വെന്റിലേറ്ററിൽ കഴിഞ്ഞ നിയ പിന്നീട് മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. നിയ ഫൈസലിനെ പോലെ തന്നെയാണ് 9 വയസ്സുകാരനായ സാവനും മരിച്ചത്. 2025 ഫെബ്രുവരിയിലായിരുന്നു സാവന്റെ മരണം. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങവേ ദേഹത്തേക്ക് നായ് ചാടി വീഴുകയായിരുന്നു. ശരീരത്തിൽ പരിക്ക് കാണപ്പെട്ടതുമില്ല. അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്തതുമില്ല. എന്നാൽ തുടർച്ചയായ പനി ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ കണ്ടതോടെ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. തുടർന്ന് രോഗം മൂർച്ഛിക്കുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. തകഴി ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി എസ് സൂരജാണ് മറ്റൊരു കണ്ണീര് ഓർമ്മയായി അവശേഷിക്കുന്നത്. നായ്ക്കളെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു സൂരജ്. നായി കടിച്ച് ചികിത്സയ്ക്കെത്തിയ സൂരജിനോട് മെഡിക്കൽ കോളേജിൽ പോയി വാക്സിൻ എടുക്കണമെന്ന് ക്ലിനിക്കിലെ ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു. എങ്കിലും സൂരജ് അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, മാതാപിതാക്കളെ വിവരം അറിയിച്ചതുമില്ല. പനിയും ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സൂരജ് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിക്കുകയും ചികിത്സയിലിരിക്കെ മരണമടയുകയും ആയിരുന്നു. തീർന്നില്ല. മലപ്പുറത്ത് 5.5 വയസ്സുകാരി, കൊല്ലത്ത് 7 വയസ്സുകാരി, പത്തനംതിട്ടയിൽ 13 വയസ്സുകാരി. പേവിഷബാധയേറ്റ് മരണമടഞ്ഞവരിൽ തീരാ നോവായി അവശേഷിക്കുന്ന മറ്റു ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇത്. തെരുവുകളിൽ നായ്ക്കളുടെ സാന്നിധ്യം അനുദിനം പെരുകുകയാണ്. കാൽനടക്കാരും ഇരുചക്ര വാഹനക്കാരും പല സ്ഥലങ്ങളിലും നായ്ക്കളെ പേടിച്ചാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. തെരുവ് നായ്ക്കൾ വീടുകളിലേക്ക് പോലും ഓടിക്കയറി ആക്രമണം നടത്തുന്നു. പട്ടി കടിച്ചതിന് വാക്സിൻ എടുത്തിട്ട് പോലും പ്രയോജനം ലഭിക്കാത്ത സാഹചര്യം നമ്മെ കൂടുതൽ ആശങ്കാകുലർ ആക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു സ്കൂൾ കാലത്തിലേക്ക് നാം ഇപ്പോൾ കാലെടുത്ത് വെക്കുന്നത്. കാൽനടയായി സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ആശങ്കയും ആകുലതയും വർദ്ധിപ്പിച്ചുകൊണ്ട് തെരുവ് നായ്ക്കൾ പെരുകുന്നതിന്റെയും പേപ്പട്ടി കടിക്കുന്നതിന്റെയും വാർത്തകൾ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമുക്ക് എന്തെല്ലാമാണ് ചെയ്യാൻ കഴിയുന്നത്? പേവിഷബാധയുമായി ബന്ധപ്പെട്ട് നമ്മുടെ അറിവുകൾ എത്രത്തോളം ഉണ്ട്? നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചെല്ലാമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മാരകമായ രോഗങ്ങളിൽ ഒന്നാണ് പേവിഷബാധ. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗമാണ് റാബീസ്. ഒരു വർഷം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏകദേശം 20,000-ഓളം പേവിഷബാധ മരണങ്ങളാണ്. ഇതാകട്ടെ ലോകത്ത് ആകമാനമുള്ള പേവിഷ മരണങ്ങളിൽ 36% വരും. 2024 വരെയുള്ള 5 വർഷത്തിനിടയിൽ 94 പേരാണ് പേവിഷബാധയേറ്റ് നമ്മുടെ നാട്ടിൽ മരണമടഞ്ഞത്. ഈ വർഷത്തെ ഇതുവരെയുള്ള കണക്ക് കൂടി കൂട്ടി നോക്കുമ്പോൾ അത് 108 ആയി മാറും. കഴിഞ്ഞ വർഷം 22 പേരാണ് പേപ്പട്ടിയുടെ കടിയേറ്റ് മരണമടഞ്ഞത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ വരെ 6 മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. വാക്സിൻ എടുത്തിട്ടും മരണമടഞ്ഞത് 3 കുട്ടികളാണ്. ഇക്കാലയളവിൽ 12.94 ലക്ഷം പേരെ തെരുവ് നായ്ക്കൾ കടിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. 2020 1,60,483 പേർക്ക് കടിയേറ്റുവെങ്കിൽ 2024 എത്തിയപ്പോഴാകട്ടെ അതിന്റെ എണ്ണം ഇരട്ടിയോളമായി മാറി. കേരളത്തിൽ 10 ലക്ഷം ആളുകളിൽ പ്രതിവർഷം 1,470 പേർക്ക് പട്ടിയുടെ കടി ഏൽക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കണക്ക്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരേ സമയം നമ്മെ ആശങ്കപ്പെടുത്തുകയും ഉത്കണ്ഠാകുലരാക്കുകയും ചെയ്യേണ്ട വിഷയമായി ഇത് മാറുന്നത്. ലാറ്റിൻ പദമാണ് റാബീസ് എന്നുള്ളത്.
അതിന്റെ അർത്ഥമാകട്ടെ ഭ്രാന്ത് എന്നാണ്. BC 23-ാം നൂറ്റാണ്ട് മുതൽ ഈ രോഗം നിലവിൽ ഉണ്ടായിരുന്നതായി രേഖകളുണ്ട്. അരിസ്റ്റോട്ടലിനെ പോലെയുള്ള തത്വചിന്തകർ പേവിഷബാധയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പേവിഷബാധ ഇത്രയധികം ഗുരുതരമാകുന്നത്? ശാസ്ത്രം വളരെയധികം പുരോഗമിച്ചിട്ടും വൈദ്യശാസ്ത്രം മികവുറ്റത് ആയിരുന്നിട്ടും ഇന്നും പേവിഷബാധ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങളില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് എങ്ങനെയാണ് പേവിഷബാധ ഉണ്ടാകുന്നത് എന്ന കാര്യം ഇന്നും വൈദ്യശാസ്ത്രത്തിന് അജ്ഞാതമാണ്. പേവിഷബാധയുള്ള ഒരു നായയുടെ കടിയേറ്റാണ് പേവിഷബാധ ഉണ്ടാകുന്നത് എന്ന് പറയുമെങ്കിലും ആ പട്ടിക്ക് എങ്ങനെ പേവിഷബാധ ഉണ്ടായി എന്നതിന് ഉത്തരങ്ങൾ ഇല്ല. അങ്ങനെയാണ് പേവിഷബാധ ഒരു ദുരൂഹ സമസ്യയായി തുടരുന്നത്. അതുകൊണ്ട് തന്നെ റാബീസ് വൈറസിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ വിശദീകരണങ്ങൾ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നൂറ്റാണ്ടുകൾക്ക് മുൻപേയുള്ള ഈ വൈറസിന് കാലങ്ങൾക്ക് ഇപ്പുറവും കാര്യമായ തോതിൽ ജനിതക മാറ്റം സംഭവിച്ചിട്ടില്ല. പേവിഷബാധയേറ്റ് മരിക്കുന്നത് അന്നും ഇന്നും ഒരുപോലെയാണ്. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സ വഴി രോഗശമനവും രോഗസൗഖ്യവും വരെ നേടിയെടുക്കാൻ ഇന്ന് കഴിയുമ്പോഴും പേവിഷബാധയേറ്റ് ഗുരുതര അവസ്ഥയിലെത്തിയ ഒരാളെ രക്ഷിച്ചെടുക്കാൻ ആധുനിക മെഡിക്കൽ സയൻസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് പേവിഷബാധ നമ്മെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയായി മാറുന്നത്. പേവിഷബാധയുള്ള പട്ടികൾ രണ്ടു തരം സ്വഭാവം പ്രകടിപ്പിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഒന്നുകിൽ അവ രൗദ്രഭാവം ഉള്ളവ ആയിരിക്കും, അല്ലെങ്കിൽ ശാന്ത സ്വഭാവവും ആയിരിക്കും. രൗദ്രഭാവമുള്ള നായ്ക്കൾ ആക്രമണ സ്വഭാവം കൂടുതൽ കാണിക്കുന്നവയാണ്. കണ്ണിൽ കാണുന്ന എന്തും കടിച്ചു പറിക്കുകയും അവയുടെ വായിൽ നിന്ന് ഉമിനീർ ധാരയായി ഒഴുകുകയും ചെയ്യും. തൊണ്ടയും നാവും മരവിക്കുന്നതിനാൽ ശബ്ദത്തിലും പ്രകടമായ വ്യത്യാസം ഉണ്ടായിരിക്കും. ശാന്ത സ്വഭാവമുള്ള നായ്ക്കൾ അനുസരണം ഉള്ളവയും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നവയും ആയിരിക്കും. ഇരുണ്ട ഇടങ്ങളിലും വീടുകളിലാണെങ്കിൽ കട്ടിലിനടിയിലും ആയിരിക്കും ഇവ കഴിയുന്നത്. സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ രണ്ട് രീതിയിൽ നായ്ക്കൾ സ്വഭാവം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവറ്റകൾക്ക് പേവിഷബാധ സംശയിക്കാവുന്നതാണ്. പേവിഷബാധ നായ്ക്കളുമായി മാത്രം ബന്ധപ്പെട്ടവ അല്ല എന്നതാണ് മറ്റൊരു കാര്യം. വീടുകളിൽ പുന്നാരിച്ചു വളർത്തുന്ന പൂച്ചകൾ ഉൾപ്പെടെ ആട്, പശു, കാള തുടങ്ങിയ മൃഗങ്ങൾക്കെല്ലാം പേവിഷബാധ ഉണ്ടാവാം. ആടുമാടുകളിൽ അസ്വസ്ഥതയും വെപ്രാളവും വിഭ്രാന്തിയും അക്രമവാസനയും പൊതുവെ പ്രകടമാണ്. ഇതേ ലക്ഷണങ്ങൾ തന്നെയാണ് പൂച്ചകളും പ്രകടമാക്കുന്നത്. നായ്ക്കളെയും പൂച്ചകളെയും പേവിഷബാധയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം പ്രതിരോധ വാക്സിനേഷൻ തന്നെയാണ്. ആദ്യമായി വാക്സിൻ എടുക്കുന്ന മൃഗങ്ങൾക്ക് മരുന്ന് സ്വീകരിച്ച ഒരു മാസത്തിന് ശേഷം ബൂസ്റ്റർ ഡോസും തുടർന്ന് പ്രതിവർഷം വാക്സിനും നൽകണം. വളർത്തു നായ്ക്കൾക്കും പൂച്ചകൾക്കും ആദ്യ പ്രതിരോധ വാക്സിൻ കുത്തിവെപ്പ് ജനിച്ച് 10 മുതൽ 12 വരെ ആഴ്ചകൾക്കുള്ളിൽ നൽകിയിരിക്കണം. രോഗാണുക്കൾ ഇവയുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ പ്രകടമാകാൻ ദിവസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ എടുത്തേക്കാം. പേപ്പട്ടി കടിച്ചാൽ മനുഷ്യർക്ക് 2 തരം കുത്തിവെപ്പുകളാണ് നിർദ്ദേശിക്കപ്പെടാറുള്ളത്. മുറിവിന്റെ കാഠിന്യമനുസരിച്ചാണ് ഇത് നൽകപ്പെടുന്നത്. ഇൻസ്ട്രാടേർമൽ റേബീസ് വാക്സിൻ, ആന്റിബോഡി അഥവാ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ കുത്തിവെപ്പ് എന്നിവയാണ് അവ. പേവിഷബാധ ഗുരുതരമാകുന്നത് കടിക്കുന്ന മൃഗത്തിന്റെ ഉമിനീരിലുള്ള വൈറസിന്റെ അളവ്, കടിയേൽക്കുന്ന ശരീരഭാഗം എന്നിവയെ ആശ്രയിച്ചാണ്. തലച്ചോറിനടുത്ത് തലയിലും മുഖത്തും കഴുത്തിലും കണ്ണുകളിലും ചെവികളിലും ഏൽക്കുന്ന കടിയാണ് ഏറ്റവും കൂടുതൽ അപകടകരമായിട്ടുള്ളത്. പനിയുടെ ലക്ഷണങ്ങളായ തലവേദന, ക്ഷീണം, അസ്വസ്ഥത എന്നിവയാണ് പേവിഷബാധയുടെ പ്രാഥമിക ലക്ഷണങ്ങൾ. കടിയേറ്റ ഭാഗത്ത് തരിപ്പും കുത്തലും ചൊറിച്ചിലും ഉണ്ടാവുകയും അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്യാറുണ്ട്. ഈ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ രോഗി അതീവ ഗുരുതരാവസ്ഥയിലാകും. ഉത്കണ്ഠ, ഉറക്ക പ്രശ്നങ്ങൾ, ആശയക്കുഴപ്പം, വിഭ്രാന്തി, വെള്ളത്തോടുള്ള പേടി, ദേഷ്യം, വായിൽ നിന്ന് നുരയും പതയും വരിക തുടങ്ങിയ ലക്ഷണങ്ങളും പ്രത്യക്ഷപ്പെടും. 20% പേരിൽ തളർച്ചയും ഉണ്ടാകാറുണ്ട്. പേശികൾ ക്രമേണ തളരുകയും തുടർന്ന് കോമയിലേക്ക് നീങ്ങുകയും മരണം സംഭവിക്കുകയും ചെയ്യും. ഇത്തരം പേവിഷബാധകൾ തിരിച്ചറിയപ്പെടാതെ പോകാറുമുണ്ട്.
അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാതെയും പോകാറുണ്ട്. പേപ്പട്ടി കടിച്ചാൽ എന്താണ് ആദ്യമായി ചെയ്യേണ്ടത്? വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പേപ്പട്ടി കടിച്ചതിന് ശേഷമുള്ള ആദ്യ മിനിറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കടിയേറ്റ ഭാഗം മുഴുവൻ ഏറെ നേരം, അത് 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. മുറിവിലുള്ള വൈറസ് പരമാവധി ഒഴിവാകാൻ ഇത് ഏറെ സഹായിക്കും. ബെറ്റാഡിൻ മുറിവിൽ ഒഴിക്കുന്നതും ഗുണം ചെയ്യും. ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചിലച്ചാറുകൾ എന്നിവ മുറിവിൽ പുരട്ടാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. മുറിവ് കെട്ടുകയോ ബാൻഡേജ് ഇടുകയോ ചെയ്യാൻ പാടില്ല. മുറിവ് തുറന്നു തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് വേണ്ടത്. അതിനുശേഷം മാത്രമാണ് കുത്തിവെപ്പ് എടുക്കേണ്ടത്. പല കേസുകളിലും പേപ്പട്ടി കടിച്ചാൽ ഉടനെ ആദ്യം ചെയ്യുന്നത് ആശുപത്രിയിൽ പോയി കുത്തിവെപ്പ് എടുക്കുക എന്നതാണ്. മുറിവേറ്റ ഭാഗം വൃത്തിയായി കഴുകുന്നതിനെ കുറിച്ച് പലരും ബോധവാന്മാർ ആകാറില്ല. മുറിവേറ്റ ഭാഗം കഴുകാൻ വൈകുന്തോറും അപകട സാധ്യത കൂടുതലായിരിക്കും. ആദ്യം പറഞ്ഞതുപോലെ ശരീരത്തിലെ ഏത് ഭാഗത്താണ് കടിയേൽക്കുന്നത് എന്നതിന് അനുസരിച്ച് പേവിഷബാധയുടെ സാധ്യതയും വർദ്ധിക്കും. കടിയേറ്റ ഭാഗത്തെ മുറിവിലൂടെയാണ് റാബീസ് മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുന്നത്. നാഡികളിലൂടെ സഞ്ചരിച്ച് സുഷുമ്നയിലും തലച്ചോറിലും എത്തുമ്പോഴാണ് പേവിഷബാധ ഉണ്ടാകുന്നത്. വളരെ സാവധാനത്തിലാണ് വൈറസുകളുടെ സഞ്ചാരം. ദിവസം 1-2 സെന്റിമീറ്റർ മാത്രമാണ് ഇവയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത്. ഇവിടെയാണ് വാക്സിൻ ഫലപ്രദമാകുന്നത്. കടിയേറ്റ ഭാഗത്ത് നിന്ന് തലച്ചോറിലേക്ക് എത്തുന്നതിന് മുൻപ് വാക്സിൻ ഉപയോഗിച്ച് വൈറസുകളെ നിർവീര്യമാക്കാൻ പലപ്പോഴും സാധിക്കാറുണ്ട്. തലച്ചോറിനെ രോഗലക്ഷണങ്ങൾ ബാധിച്ചു തുടങ്ങിയാൽ ചികിത്സ അസാധ്യമായി മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വാക്സിൻ എടുക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മുറിവിൽ കൈകൊണ്ട് സ്പർശിക്കാതിരിക്കാനുള്ള ശ്രദ്ധയും. കയ്യിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ വിഷബാധ പകരാൻ അത് കാരണമാകും. നായി കടിച്ചാൽ വാക്സിൻ എടുക്കണം എന്നതുപോലെ പ്രധാനപ്പെട്ടതാണ് വാക്സിൻ കൃത്യമായി സൂക്ഷിക്കണം എന്ന കാര്യവും. 2 മുതൽ 6 ഡിഗ്രി സെൽഷ്യസിൽ വരെയാണ് വാക്സിൻ സൂക്ഷിക്കേണ്ടത്. ഇമ്മ്യൂണോഗ്ലോബുലിൻ മാംസഭാഗത്ത് തങ്ങി നിൽക്കുന്നത് പോലെയാണ് വാക്സിൻ എടുക്കേണ്ടത്. കുത്തിവെക്കുമ്പോൾ സൂചി ചർമ്മം കടന്ന് ആഴത്തിൽ പോയാൽ ഫലം കാണുകയില്ല. വാക്സിൻ എടുത്തിട്ടും മരണം സംഭവിച്ചതിന് പിന്നിൽ ചിലപ്പോഴെങ്കിലും കൃത്യമായ രീതിയിൽ വാക്സിൻ എടുക്കാത്തതും സൂക്ഷിക്കാത്തതും കാരണമായേക്കാം. വാക്സിനേഷൻ എടുത്തിട്ടും മരണം സംഭവിച്ചതിന്റെ പേരിൽ വാക്സിനേഷനെതിരെ ചിലർ സംസാരിക്കാറുണ്ട്. അത് ശരിയായ പ്രതികരണവുമല്ല. വാക്സിനേഷൻ ഫലപ്രദമാണ്, പക്ഷേ അത് വേഗത്തിലും ശരിയായ വിധത്തിലും എടുത്തിരിക്കണമെന്ന് മാത്രം. പേപ്പട്ടിയെയും അതുമൂലമുള്ള മരണങ്ങളെയും വാക്സിനേഷനെയും കുറിച്ച് പറയുമ്പോൾ നാം എക്കാലവും കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയുണ്ട്. പേപ്പട്ടി കടിച്ചാലും വാക്സിനേഷനിലൂടെ അപകടഘട്ടം തരണം ചെയ്യാൻ സാധിക്കും എന്ന ആശ്വാസം നമുക്ക് നൽകിയ വ്യക്തി, അതാണ് ലൂയി പാസ്റ്റർ. 1885 63-ാം വയസ്സിലാണ് ലൂയി പാസ്റ്റർ പേവിഷത്തിനുള്ള വാക്സിൻ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ കാലത്ത് പേവിഷബാധ ഏറ്റുള്ള മരണങ്ങൾ വളരെ കൂടുതൽ ആയിരുന്നു. പട്ടികളിൽ നിന്ന് മാത്രമല്ല, എലി, അണ്ണാൻ തുടങ്ങിയവയിൽ നിന്നെല്ലാം റാബീസ് മനുഷ്യരിലേക്ക് പടർന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് അതിനെതിരെയുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിൽ പാസ്റ്റർ മുഴുകുന്ന സാഹചര്യമുണ്ടായത്. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത് എമിലി റൂക്സും സഹകരിക്കുകയുണ്ടായി. വൈറസിന്റെ ശേഷി കുറച്ച് ശരീരത്തിൽ കുത്തിവെച്ചാൽ ശരീരം സ്വയം പ്രതിരോധ സംവിധാനം രൂപപ്പെടുത്തും എന്നായിരുന്നു പാസ്റ്ററുടെ കണ്ടുപിടുത്തം. എന്നാൽ ശാസ്ത്ര ലോകത്ത് നിന്ന് ഈ നിരീക്ഷണത്തിന് വേണ്ടത്ര പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചില്ല. എന്നിട്ടും ആത്മവിശ്വാസത്തോടെ അദ്ദേഹം മുന്നേറുകയും വാക്സിൻ തയ്യാറാക്കുകയും ചെയ്യുകയുണ്ടായി. നായ്ക്കളിലും മറ്റുമാണ് അദ്ദേഹം അവ പരീക്ഷിച്ച് ഫലപ്രാപ്തി ഉറപ്പ് വരുത്തിയത്. അങ്ങനെ ഇരിക്കവെയാണ് ജോസഫ് മെയ്സ്റ്റർ എന്ന 9 വയസ്സുകാരനെ പേപ്പട്ടി കടിച്ചത്. മകനെ പേവിഷബാധയ്ക്ക് വിട്ടുകൊടുക്കാൻ അവന്റെ മാതാപിതാക്കൾ തയ്യാറായിരുന്നില്ല. സഹായ അഭ്യർത്ഥനയുമായി അവർ സമീപിച്ചത് വാക്സിനായുള്ള ഗവേഷണം നടത്തുന്ന പാസ്റ്ററുടെ അടുത്ത് ആയിരുന്നു. പാസ്റ്ററെ ഈ ഘട്ടത്തിലും എതിർക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടിയുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഉയർത്തിക്കാട്ടി 1885 ജൂലൈ 6-ാം തീയതി ജോസഫ് മെയ്സ്റ്ററിന് ലൂയി പാസ്റ്റർ വാക്സിൻ കുത്തിവെക്കുകയുണ്ടായി. പേവിഷബാധയ്ക്ക് എതിരെയുള്ള ആദ്യ വിജയമായിരുന്നു അത്. തന്റെ ജീവൻ രക്ഷപ്പെടുത്തിയ ലൂയി പാസ്റ്ററോടുള്ള കടപ്പാടും സ്നേഹവുമായിട്ടാണ് പിന്നീടുള്ള കാലം മുഴുവൻ ജോസഫ് മെയ്സ്റ്റർ ജീവിച്ചു തീർത്തത്. മനുഷ്യവംശത്തെ മുഴുവൻ മാരകമായ ഒരു രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ലൂയി പാസ്റ്ററോടുള്ള കടപ്പാടിന്റെയും ആദരവിന്റെയും സൂചകമായിട്ടാണ് അദ്ദേഹത്തിന്റെ മരണ ദിവസമായ സെപ്റ്റംബർ 28 ലോക പേവിഷബാധ ദിനമായി ആചരിച്ചു പോരുന്നത്.
പേവിഷ രോഗത്തെക്കുറിച്ചും അതിന്റെ രോഗപ്രതിരോധത്തെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. കുത്തിവെപ്പ് എടുക്കാത്ത നായ്ക്കൾ, വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾ, വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാത്ത നായ്ക്കൾ, ഇവയൊക്കെ കടിച്ചാൽ വേണ്ടത്ര ഗൗരവം കൊടുക്കാത്തവരും ഉണ്ട്. 10 ദിവസം നോക്കിയാൽ പോരെ, അതിനുശേഷം എന്തെങ്കിലും ചെയ്താൽ പോരെ എന്നാണ് ഇക്കൂട്ടരുടെ ചോദ്യം. പക്ഷേ ഭാഗ്യപരീക്ഷണത്തിനുള്ള സമയം അല്ല ഇത് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് പട്ടി കടിച്ചാലും പൂച്ച മാന്തിയാലും കുത്തിവെപ്പ് തീർച്ചയായും എടുത്തിരിക്കണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സമീപകാലത്തെ പല സംഭവങ്ങളിലും കണ്ടുവരുന്നത് പേവിഷബാധയ്ക്കുള്ള വാക്സിൻ എടുത്തിട്ടും ഫലം കിട്ടാതെ പോകുന്നതും മരണം സംഭവിക്കുന്നതുമാണ്. എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത്? പ്രതിരോധ വാക്സിൻ, ആന്റിബോഡികൾ എന്നിവ ശരീരത്തിൽ ഏൽക്കുന്നതിന് മുൻപ് വൈറസ് തലച്ചോറിൽ കടന്നുകൂടുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നാഡികൾ കൂടുതലുള്ള തല, മൂക്ക്, ചെവി, ചുണ്ട്, മുഖം, കഴുത്ത്, വിരൽത്തുമ്പ് എന്നീ ഭാഗങ്ങളിലാണ് കടി ഏൽക്കുന്നത് എങ്കിൽ അപകട സാധ്യത കൂടുതലാണ്. കാലിലോ ശരീരത്തിന്റെ താഴെയുള്ള ഭാഗങ്ങളിലോ ആണ് കടി ഏൽക്കുന്നത് എങ്കിൽ ദൂരം മൂലം വൈറസ് തലച്ചോറിലെത്താൻ ഏറെ സമയം എടുക്കും. ഒരു ദിവസം 1-2 സെന്റിമീറ്റർ മാത്രമാണ് ഇവയ്ക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ശിരസ്സുമായി ബന്ധപ്പെട്ട ഭാഗത്താണ് പട്ടി കടിക്കുന്നത് എങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വൈറസുകൾ തലച്ചോറിനെ ആക്രമിക്കുകയും വാക്സിനുകൾ ചിലപ്പോൾ നിഷ്പ്രയോജനമായി മാറുകയും ചെയ്തേക്കാം. വൈറസ് ബാധയുണ്ടായി രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത് വരെയുള്ള ഇടവേള ആഴ്ചകൾ മുതൽ 1 കൊല്ലം വരെ എടുത്തിട്ടുള്ള സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തീർത്തും നിസ്സാരമായി തള്ളിക്കളയാവുന്നതല്ല നായ്ക്കളുടെ കടി ഏൽക്കുന്നത്. ചിലരെങ്കിലും ബോധപൂർവമായ അശ്രദ്ധ ഇക്കാര്യത്തിൽ പുലർത്തുന്നത് ഭാവിയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായ മാറിയ സംഭവങ്ങളുമുണ്ട്. കൊച്ചുകുട്ടികൾ ചിലപ്പോൾ നായ് കടിച്ചതോ പൂച്ച മാന്തിയതോ മാതാപിതാക്കളോട് പറയണമെന്നില്ല. അവർക്ക് ഭവിഷ്യത്തുകളെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടും മാതാപിതാക്കളുടെ ശിക്ഷയോ ശാസനയോ ഭയന്നോ ആയിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുൻപ് പറഞ്ഞ പല സംഭവങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. വീട്ടുമൃഗങ്ങളാണെങ്കിൽ പോലും അവയുമായി അടുത്ത് ഇടപഴകുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ മുറിവുകൾ സംഭവിക്കുകയാണ് എങ്കിൽ അക്കാര്യം തുറന്ന് പറയണമെന്ന് മാതാപിതാക്കൾ മക്കൾക്ക് നിർദ്ദേശം നൽകുകയും ആ നിർദ്ദേശം മക്കൾ പാലിക്കുകയും ചെയ്യേണ്ടതാണ്. പേവിഷബാധയുള്ള മൃഗങ്ങളുടെ കടി മാത്രമല്ല, നക്കൽ പോലും അപകടം വരുത്തി വെച്ചേക്കാം. രോഗം ബാധിച്ച മനുഷ്യന്റെ കടിയേറ്റാൽ മനുഷ്യന് രോഗം വരാമെങ്കിലും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകർന്നതായി ഇതുവരെ തെളിവുകളൊന്നും ഇല്ല. വൈറസുള്ള വായു ശ്വസിച്ചും രോഗിയുടെ അവയവം മാറ്റിവെക്കലിലൂടെയും അപൂർവമായി രോഗം പകർന്നിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കുട്ടികളെ പേപ്പട്ടി കടിക്കുന്നതാണ് കൂടുതൽ അപകടകരം ആകുന്നത്. ഉയരക്കുറവ് മൂലം കുട്ടികളെ കടിക്കുന്നത് പലപ്പോഴും തലയിലോ കഴുത്തിലോ ആകാം. മുതിർന്നവർക്ക് താരതമ്യേന കാലിലോ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലോ ആവാം കടി ആദ്യം ഏൽക്കുന്നത്. വീണു പോകുമ്പോഴാകും മറ്റു ഭാഗങ്ങളിൽ കടി ഏൽക്കുന്നത്. മറ്റെല്ലാ മരണങ്ങളെയും അത്യന്തം ഭയാനകവും ഭീതിജനകവുമാണ് പേവിഷബാധയേറ്റുള്ള മരണം. അതുകൊണ്ട് തന്നെ പേവിഷബാധ അസാധാരണ രോഗാവസ്ഥയായി കണക്കാക്കി രോഗികൾക്ക് അന്തസ്സായി മരിക്കാൻ അവസരമൊരുക്കണമെന്ന ഹർജി സുപ്രീം കോടതിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. റാബീസ് ബാധയുണ്ടായാൽ മരണം സുനിശ്ചിതമാണ് എന്ന നമ്മുടെയൊക്കെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ചില സംഭവങ്ങളും ഈ ലോകത്തിൽ നടന്നിട്ടുണ്ട്. ശരീരത്തിൽ റാബീസ് കടന്നുകൂടിയിട്ടും സുന്ദരമായി മരണത്തെ തോൽപ്പിച്ച് ഇപ്പോൾ സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുന്ന ആദ്യത്തേതും ഒരുപക്ഷെ അവസാനത്തേതുമായ വ്യക്തിയെ പരിചയപ്പെടുന്നതും നല്ലതാണ്. ജന്ന ഗ്രീസ് എന്നാണ് ഈ സ്ത്രീയുടെ പേര്. 21 വർഷം മുൻപ് ജന്നയ്ക്ക് 15 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവളെ വവ്വാൽ കടിച്ചത്. അത്യന്തം സങ്കീർണമായ നിമിഷങ്ങളായിരുന്നു അത് എന്നാണ് ജന്ന അതേക്കുറിച്ച് അനുസ്മരിക്കുന്നത്. ഒരു പരീക്ഷണവും ഒരു സാധ്യതയുമാണ് ഡോക്ടർമാർ മാതാപിതാക്കൾക്ക് മുന്നിൽ വെച്ചത്.
ഒന്നുകിൽ ആശുപത്രിയിൽ വെച്ചോ വീട്ടിൽ വെച്ചോ മരിക്കാൻ അനുവദിക്കുക, അല്ലെങ്കിൽ അവളെ ഇൻഡ്യൂസ്ഡ് കോമയിൽ പ്രവേശിപ്പിക്കുക. അതുവഴിയായി ശരീരം അണുബാധയെ ചെറുക്കുമെന്നും ജീവൻ രക്ഷിക്കാൻ കഴിയും എന്നുമായിരുന്നു ഡോക്ടേഴ്സിന്റെ വിശ്വാസം. മരണത്തിന് മകളെ കണ്ണും കൂട്ടി വിട്ടുകൊടുക്കുന്നതിന് പകരം ഒരു പരീക്ഷണത്തിന് മാതാപിതാക്കൾ തയ്യാറായി. അതനുസരിച്ച് ജന്നയെ കോമയിലാക്കുകയും ജീവൻ നിലനിർത്താനായി ഭക്ഷണം ട്യൂബിലൂടെ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തു. 15 വയസ്സിൽ നവജാത ശിശുവിന്റെ അവസ്ഥയിലേക്ക് അവൾ പ്രവേശിക്കുകയായിരുന്നു. 6 ദിവസം ജന്ന ഇൻഡ്യൂസ്ഡ് കോമയിൽ കഴിയുകയുണ്ടായി. ശേഷം ഉണർന്ന് എണീറ്റപ്പോൾ അവൾ 6 ദിവസം മുൻപത്തെ ജന്ന ആയിരുന്നില്ല. റാബിസിനെ അതിജീവിച്ച ആദ്യത്തെ വ്യക്തിയായി ജന്ന മാറുകയായിരുന്നു. 75 ദിവസങ്ങൾക്ക് ശേഷം അവൾ ഹോസ്പിറ്റലിൽ നിന്ന് വിജയകരമായി ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു. വിജയിക്കുമെന്ന് 100% ഉറപ്പ് ഇല്ലാതിരുന്നിട്ടും അത്യന്തം വെല്ലുവിളി നിറഞ്ഞതായ ഒരു പരീക്ഷണം ഏറ്റെടുക്കാൻ ജന്നയുടെ മാതാപിതാക്കളും ഡോക്ടറും തയ്യാറായി എന്നതാണ് പേവിഷബാധയെ അതിജീവിച്ചു എന്നതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും. വിസ്കോൺസിനിൽ ഇരട്ട കുട്ടികളുടെ മാതാവായി തന്റെ മാതൃത്വം ആഘോഷിക്കുകയാണ് ഇന്ന് ജന്ന. പക്ഷേ ഇത് ലോകത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവം മാത്രമാണ്. ജന്നയ്ക്ക് കിട്ടിയതുപോലെയുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടണം എന്നില്ല. അതുകൊണ്ട് ആവർത്തിച്ച് പറയട്ടെ, പട്ടി കടിച്ചാൽ വാക്സിൻ എടുക്കാൻ ആരും മടിക്കരുത്, മറക്കരുത്. പേവിഷബാധ പരത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് തെരുവ് നായ്ക്കളാണ് എന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. തെരുവ് നായ്ക്കളുടെ വംശവർധന തടയുക എന്ന ലക്ഷ്യത്തോടെ വന്ധ്യംകരണ ശസ്ത്രക്രിയ നടത്തുന്നതിനായി ABC സെന്ററുകൾ സ്ഥാപിക്കുന്ന പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് പോയപ്പോഴാണ് എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്റർ വേണമെന്നും 2000 ശസ്ത്രക്രിയ ചെയ്ത് പരിചയമുള്ള ഡോക്ടർമാർ മാത്രമേ നായ്ക്കളെ ശസ്ത്രക്രിയ ചെയ്യാൻ പാടുള്ളൂ എന്നുമുള്ള കീറാമുട്ടി നിയമങ്ങളുമായി ചിലർ രംഗത്ത് വന്നതും അതോടെ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ചുപോയതും. തെരുവ് നായ്ക്ക് പേവിഷബാധ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചാലും അതിനെ മരണം വരെ നിരീക്ഷിച്ച് സ്വാഭാവിക മരണത്തിന് വിടണമെന്ന നിയമം നമ്മുടെ രാജ്യത്തല്ലാതെ മറ്റ് എവിടെയെങ്കിലും ഈ ലോകത്ത് ഉണ്ടാകുമോ എന്ന കാര്യം പോലും നമുക്ക് സംശയകരമാണ്. തെരുവ് നായ് ശല്യം നിയന്ത്രിക്കുക എന്നതിന് പുറമെ നായ്ക്കൾക്ക് വാക്സിൻ നൽകുക, തെരുവ് നായ്ക്കളെ ദത്തെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക, അരുമ മൃഗങ്ങളെ വളർത്തുന്നതിന് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയെല്ലാം പേവിഷബാധയ്ക്കെതിരെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ചില മാർഗങ്ങൾ തന്നെയാണ്. മനുഷ്യനേക്കാൾ വിലയുള്ളവരല്ല മൃഗങ്ങൾ. മൃഗസ്നേഹത്തിന്റെ പേരും പറഞ്ഞ് തെരുവ് നായ്ക്കൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ ഇക്കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതുപോലെ സുരക്ഷിത സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഇവരൊക്കെ തെരുവ് നായ്ക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത്. തെരുവുകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്ന സാധാരണക്കാരുടെ പ്രയാസങ്ങളും ആകുലതകളും ഇവർക്ക് മനസ്സിലാവുകയുമില്ല. അയൽവക്കത്ത് സംഭവിച്ചാൽ തന്റെ വീട്ടിലും സംഭവിക്കാം എന്ന തിരിച്ചറിവിൽ തെരുവ് നായ്ക്കളുടെ ശല്യത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഭീതിയിൽ നിന്ന് കേരളം മോചിതരാവുകയുള്ളൂ. നായ്ക്കൾ വഴിയുള്ള പേവിഷബാധയും മനുഷ്യരിൽ പേവിഷബാധ മൂലമുള്ള മരണങ്ങളും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യം നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് ലോകമെങ്ങും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കുചേരാം. ഇനി ഒരാളും പേവിഷബാധയേറ്റ് ലോകത്ത് ഒരിടത്തും മരിക്കാതിരിക്കട്ടെ.